രാത്രി 3:30 എനിക്കാണെങ്കിൽ നാളെ 100 കൂട്ടം പണികളുണ്ട്. എന്നാലും ഇങ്ങനത്തെ മൊമെൻറ്റ്സ്, ഇങ്ങനത്തെ മാച്ചസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഫുട്ബോൾ ഫാൻസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ മൊമെൻറ്റ്സ്, ഇങ്ങനത്തെ മാച്ചസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക, അതിന് ഉറക്കമൊന്നും നമുക്ക് യാതൊരു പ്രശ്നമല്ല. അപ്പം ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴത്തേനും ഈവൻ ഈ ഒരു മാച്ചിന് മുന്നേ സൂപ്പർ കമ്പ്യൂട്ടറിന് വരെ ഈ രണ്ട് ടീമുകൾക്കിടയിൽ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് വരെ കൺഫ്യൂസിങ് ആയിരുന്നു. അത്രയ്ക്കും ക്ലോസറായിട്ടുള്ള രണ്ട് ടീംസാണ്. ക്വാളിറ്റി വൈസ് ആയാലും രണ്ട് കോച്ചസിനെ ടീംസ്, ഓരോ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി നോക്കിയാലും അതുപോലെ തന്നെ രണ്ട് കോച്ചുകളും, ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല രണ്ട് കോച്ചസ് കോച്ച് ചെയ്യുന്ന ഏറ്റവും നല്ല രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഓഫ് കോഴ്സ് സൂപ്പർ കമ്പ്യൂട്ടർ വരെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഈ ഒരു മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ആദ്യം തന്നെ 12ാമത്തെ മിനിറ്റിൽ അവർ സ്കോർ ചെയ്തു എന്നുള്ളത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവരെന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഈ ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുക. ഡീപ്പറായിട്ട് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് അന്നേരപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എത്ര നേരം ഈ ഒരു സിറ്റി ടീമിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്നത്. കാരണം സിറ്റി ടീം എന്ന് പറയുന്നത് ഇങ്ങനെ ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകൾക്കെതിരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ബോളൊക്കെ ഇങ്ങനെ ബോൾ പൊസിഷൻ കൈവച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു എന്താ പറയുന്നത്, പ്ലെയേഴ്സിൻ്റെ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊആക്റ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാരണം സ്പേസസ് ക്രിയേറ്റ് ചെയ്യാൻ മിടുക്കന്മാരാണ് സിറ്റി. സോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവരെന്താണേലും സ്പേസ് കണ്ടെത്തും, അവർ ഗോൾ സ്കോർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ലായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഹാഫ് അവർ എഫക്റ്റീവായിട്ട് റയൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു. അപ്പം സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേനും എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അവർ മെൻ്റലിയും ഫിസിക്കലിയും ഒരേപോലെ ടോർച്ചറിങ് ആയിരുന്നു റയൽ മാഡ്രിഡ് പ്ലെയേഴ്സിനെ സംബന്ധിച്ച്. അവരുടെ ഫൈനൽ തേർഡിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രഷറൈസ് ചെയ്യുക സിറ്റി. അപ്പം അങ്ങനെയാണ് ആ ഒരു 76ാമത്തെ മിനിറ്റിൽ ആ ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നത്, ഡിബ്രൂയിനയുടെ ആ ഒരു ഗോൾ. അപ്പോൾ ആ ഒരു ഗോളിന് മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്വാർഡിയോള നടത്തുന്നുണ്ട്. ഗ്വാർഡിയോള ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിച്ച ഗ്രീലിഷിനെ മാറ്റിയിട്ട് ഡോക്കുവിനെ കൊണ്ടുവരുന്നത്. ഞാൻ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരു ഫുട്ബോൾ ഫാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചിന്തിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഗ്വാർഡിയോള കൊണ്ടുവന്നത്. ഗ്രീലിഷ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു മാച്ചിൽ കളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ വളരെ മോശമായിട്ട് കളിച്ച അക്കാഞ്ചിയെ മാറ്റുക, സ്റ്റോൺസിനെയോ അല്ലെങ്കിൽ കോവാച്ചിനെ മുണക്കത്തെ ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡറിനെ അവിടെ കുറച്ചുകൂടെ ഒരു ബോൾ പൊസിഷനൊക്കെ റീഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്ന, ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ബെറ്റർ ക്വാളിറ്റി മിഡ്ഫീൽഡറിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് എൻ്റെ ഒരു പ്രിഫറൻസ് അതായിരുന്നു. പക്ഷേ ഗ്വാർഡിയോളയുടെ ഒരു ചിന്ത ഏതാണ്, നമ്മൾ നോർമൽ ഫാൻസ് ഒന്നും ചിന്തിക്കുന്ന രീതിയിലല്ല ആ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി ആ ഒരു ഫുട്ബോൾ ജീനിയസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡോക്കു വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റിയുടെ അപ്രോച്ചിൽ അത് ഡിഫെൻസീവ്ലി ആണല്ലോ ഒഫെൻസീവ്ലി ആണല്ലോ ഒരേപോലെ സിറ്റിയുടെ അപ്രോച്ചിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് ഡോക്കുവിൻ്റെ അറൈവൽ അത് കഴിഞ്ഞ ഉടനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗോളും വരുന്നത്. ഡോക്കുവിൻ്റെ അതിനകത്ത് നല്ല രീതിയിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഡോക്കുവിൻ്റെ ഷോട്ടാണ് റീബൗണ്ടായിട്ട് ഡിബ്രൂയിനയ്ക്ക് കിട്ടുന്നത്. അങ്ങനെ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗോളും കൂടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ റയൽ കുറച്ചുകൂടി ഉണർന്ന് കളിക്കാൻ വേണ്ടി തുടങ്ങി. അവർ ആ ഒരു അറ്റാക്ക് ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു സാധനം റയൽ കൊണ്ടുവന്നത് ആ ഒരു സിറ്റിയുടെ ഗോളും കൂടെ വന്നതിന് ശേഷമാണ്. അപ്പം റയൽ ഒരു സൈഡിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റീസ് അവർ ക്യാപിറ്റലൈസ് ചെയ്ത് അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ സിറ്റി ആണെങ്കിൽ പൊസഷൻ ഹോൾഡ് ചെയ്യുന്നു, അറ്റാക്ക്. അപ്പോൾ ഈ ഒരു മാച്ച് ശരിക്കും പറഞ്ഞാൽ 1-1 ഫുൾ ടൈം അവസാനിച്ച് എക്സ്ട്രാ ടൈമിലാണെങ്കിലും രണ്ട് ടീമിനും നല്ല രണ്ട് ചാൻസ് കിട്ടി. ഒന്ന് റയലിനെ സംബന്ധിച്ച് റുഡിഗറിൻ്റെ ചാൻസ്, സിറ്റിയെ സംബന്ധിച്ച് ഫോഡൻ. അപ്പോൾ ഈ ഒരു മാച്ച് ശരിക്കും പെനാൽറ്റിയിലോട്ട് പോയപ്പോഴത്തേനും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, അത് സിറ്റി ഇവിടുന്ന് ജയിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. കാരണം പെനാൽറ്റി എടുക്കുക അല്ലെങ്കിൽ ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ മെൻറ്റാലിറ്റി വൈസ് റയലിൻ്റെ പ്ലെയേഴ്സ്, എപ്പോഴും നമ്മൾ മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന ആ ഒരു റയലിൻ്റെ പ്ലെയേഴ്സിന് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഫസ്റ്റ് പെനാൽറ്റി മോഡ്രിച്ച് മിസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചതിൽ നിന്നും കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റായിട്ട് പോകുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ഒരു ബെർണാഡോ സിൽവയും കോവാച്ചിച്ചും ആ ഒരു പെനാൽറ്റി മിസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പ്ലേറ്റിൽ വെച്ച് റയൽ മാഡ്രിഡിന് കൊടുത്തതേ മക്കളെ ജയിക്കുന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റയൽ വിടുവോ? ചന്നം പിന്നം ഗോളടിച്ച് റയൽ അങ്ങനെ സെമിയിലേക്ക് എത്തുന്നു. രണ്ട് ഇംഗ്ലീഷ് ടീമും ക്വാർട്ടറിലുണ്ടായിരുന്ന രണ്ട് ഇംഗ്ലീഷ് ടീമും പുറത്തായി. ആർസനലും സിറ്റിയും രണ്ടും പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സെമി ഫൈനൽ ലൈനപ്പ് റെഡി ആയിട്ടുണ്ട്. സെമി ഫൈനൽ ലൈനപ്പ് എന്ന് പറയുന്നത് റയൽ വേഴ്സസ് ബയൺ മ്യൂണിച്ച്, അതുപോലെ തന്നെ PSG വേഴ്സസ് ഡോട്ട്മുണ്ട്. ഇതായിരിക്കും സെമി ഫൈനൽ ലൈനപ്പ്. നമ്മളങ്ങനെ ആ ഒരു കഴിഞ്ഞ വർഷത്തെ ആ ഒരു ചാമ്പ്യൻ അങ്ങനെ സിറ്റി ടീം അങ്ങനെ
പുറത്തേക്ക് പോയിരിക്കുന്നു. സിറ്റിയെ നമുക്ക് ഒരിക്കലും ഈ ഒരു മാച്ചിൽ മോശമാണ് അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഒരു അവർക്ക് കിട്ടിയ ചാൻസസ് ബെറി ചെയ്താൽ അവർ ജയിച്ചേനെ. അപ്പോൾ സിറ്റി ഈ ഒരു മാച്ച് ജയിക്കാതിരിക്കാനുള്ള മെയിൻ കാരണങ്ങളിലൊന്ന് അവർ തന്നെയാണ്. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന റയൽ പോണക്കത്തെ ഒരു ടീം. എത്തിഹാദിൽ നമ്മൾ നോക്കിയാൽ എത്തിഹാദിൽ 41 മത്സരങ്ങളാണ് സിറ്റി അൺബീറ്റണായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സിറ്റി ഏതെങ്കിലും തരത്തിൽ സിറ്റിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു ടീം, എത്തിഹാദിലൊക്കെ പോയിട്ട് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു ടീം എന്ന് പറയുന്നത് റയലാണ്. അതിന് പെനാൽറ്റി വരെ എത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടെ വന്നു. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ടഫാണ് ആ ഒരു എത്തിഹാദിൽ പോയിട്ട് ജയിക്കുക എന്നുള്ളത്. അപ്പം എന്താണേലും എല്ലാ റയൽ മാഡ്രിഡ് ഫാൻസിനും ബിഗ് കൺഗ്രാജുലേഷൻ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ സന്തോഷം ഹല മാഡ്രിഡായിട്ട് നിങ്ങൾ കമൻസിൽ ഇട്ട് കമൻറ്റ് ബോക്സ് നിറയ്ക്കുക ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോ കാണാം. ബൈ.